അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷയിലെ +2 നിന്ന് ലിസാനുൽ ഖുർആനിന് വന്ന മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 നൂസിൽ ബിമാ യുനാസിബു ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് എഴുതുക. അതിൽ 6 ചോദ്യങ്ങളാണുള്ളത്. 1. ഹംസത്തു ഇസ്തിഖ്റാജിൻ എന്ന് പറഞ്ഞതിലുള്ള ഹംസ ഹംസത്തു വസ്ലിൻ്റെ ഹംസയാകുന്നു. 2. ഹംസത്തു അക്കല എന്നുള്ളതിലുള്ള ഹംസ ഹംസത്തു ഖത്ഇൻ്റെ ഹംസയാണ്. 3. ഗൈറു മുൻസരിഫിൻ സർഫാക്കപ്പെടാത്ത പേരാകുന്നു ഇസ്ഹാഖ് എന്നുള്ളത്. 4. അകല്ലു അഹ്റുഫുൽ ഇസ്മിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് സലാസത്തുൻ 3 എണ്ണമാകുന്നു. 5. അബ്നിയത്തുൽ ഇസ്മി റുബാഇൽ മുജറദി സിത്തത്തുൻ. 6. ഇദാ നസബ്ത ഇലാ മലിക്കിൻ തഖൂലു മലക്കിയുൻ എന്നാണ് പറയുക. സെക്ഷൻ 2 നുമയ്യിസു സവാബ ബിഹാദിഹി ശരി അടയാളപ്പെടുത്തുക. 1. മദ്ഹബ് ഇബ്നു മാലിക്കിൻ്റെ മദ്ഹബ് ഷാഫിഈ മദ്ഹബാകുന്നു. 2. ഔസാണ് ജമ്മുൽ ഖില്ലത്തിൻ്റെ വസനുകൾ അർബഅത്തുൻ 4 എണ്ണമാകുന്നു. 3. മിൻ ഔസാനി ജമ്മുൽ കസറത്തിൽ ജമ്മിൻ്റെ വസനുകൾ ഫവായിലു എന്നാണ്. 4. ലി വസ്നി ഫായിലിൻ അർബഉ ഹാലാത്തിൻ. 5. തുൻസബു ഗൈറു മുൻസരിഫിൻ ബിൽ ഫത്ഹത്തി. സർഫാക്കപ്പെടാത്തതിന് ഫത്ഹ് കൊണ്ടാണ് നസ്ബ് ചെയ്യപ്പെടുക. സെക്ഷൻ 3 നുബയ്യിന് വ്യക്തമാക്കാം. കൈഫിയത്തു തസ്ഗീരി ഇസ്മി സുലാസിയിൻ. അതിൻ്റെ ആൻസർ സിയാറത്ത് യാഇൻ സാക്കിനത്തിൻ ബഅദൽ ഹർഫി സാനിയത്തി. രണ്ടാമത്തെ അക്ഷരത്തിന് ശേഷം ഒരു സുക്കൂനുള്ള യായിനെ ജാസ്തിയാക്കലാകുന്നു. 2. അഖ്സാമുൽ മഖ്ദൂഫി ലി തർഹീമി. അതിന് ആൻസർ അയ്യക്കൂന ഹർഫൻ വാഹിദൻ, അതൊരക്ഷരമായിരിക്കുക. അയ്യക്കൂന ഹർഫൈനി 2 അക്ഷരമായിരിക്കുക. അയ്യക്കൂന കലിമത്തൻ, ഒരു കലിമത്തായിരിക്കുക. 3. മതാ തജിബുർ റഫൂൽ ഇസ്മി സാബിഖി ഫിൽ ഇസ്തിആലി. അതിന് ആൻസർ ഇദാ തഖദ്ദമ അലൽ ഇസ്മി അദാത്തുൻ ഖാസത്തുൻ ബിൽ ഇബ്തിദായി. 4. നസ്ബുൽ ഇസ്മിൽ മുതഖദ്ദിമി ഫിൽ ഇസ്തിആലി. അതിന് ആൻസർ അലാമ അലാ അന്നഹു മഫ്ഊലുൻ ഫീലുൻ മഹ്ദൂഫുൻ. 5. ഇല്ലത്തു കൗനി സൽമ ഗൈറ മുൻസരിഫിൻ. അതിന് ആൻസർ അലിഫു തൈനീസിൽ മക്സൂറത്തി. സെക്ഷൻ 4 നുജീബു ഉത്തരം പറയാം. ഫീമ തദ്ഖലു ഹംസത്തുൽ വസ്ലി മിനൽ അഹ്റുഫി. ഏതിലാകുന്നു ഹംസത്തുൽ വസ്ലി പ്രവേശിക്കുക എന്നാണ് അതിൻ്റെ ചോദ്യം. അതിൻ്റെ ആൻസർ ഫി ലാമി തൈരീഫിലാണ്. 2. കൈഫ തർഹീമു യാ ജാഫർ എന്നുള്ളതിനെ തർഹീമാക്കുമ്പോൾ യാ ജാഫു എന്നാകുന്നു. 3. അൽ മുഖ്താറു ഫി തനാസുഇ ഇമാലിൽ അവ്വലി ഇന്ദമൻ. ഇന്ദൽ കൂഫിയീന, കൂഫക്കാരുടെ അടുത്താകുന്നു. 4. ഇല്ലത്താനി തക്കൂമാനി മക്കാമ ഇല്ലത്തൈനി മാഹുമ. അതിന് ആൻസർ അൽ ജമ്മു വാലിഫത്ത് തൈനീസി. 5. തസ്ഗീറു അബ്ദി ഷംസിൻ മാഹുവ. അബ്ദി ഷംസി എന്നുള്ളതിനെ തസ്ഗീറാക്കുമ്പോൾ എങ്ങനെയാകും എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഉബൈദു ഷംസിൻ എന്നാകുന്നതാണ്. 6. അത്തർഹീമു മാഹുവ. തർഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആൻസർ ഹദ്ഫു ആഖിറിൽ ഇസ്മി തഖ്ഫീഫൻ. ലഘുവാക്കാൻ വേണ്ടി അവസാനത്തെ ഇസ്മിനെ കളയുക എന്നുള്ളതാണ് തർഹീം കൊണ്ടുള്ള ഉദ്ദേശം. സെക്ഷൻ 5 നുതർജിമു പരിഭാഷപ്പെടുത്താം. ഇദാ റക്കബ്തൽ അശറത മഅ അഹദിൻ അസ്കിദി താഅ മഅൽ മുദക്കരി.
അഷ്റ എന്നതിനെ അഹദോടുകൂടി നീ മുറക്കവാക്കിയാൽ മുദക്കറോടുകൂടി തായിനെ നീ കളയുക. 2 യാ ആയിഷ ലാ തഖ്റുജി മിൻ ബൈതികി മിൻ ഗൈരി ഹാജത്തിൻ ശർഇയ്യത്തിൻ. ആയിഷെ, നിന്റെ വീട്ടിൽ നിന്ന് ശർഇയായ ആവശ്യം കൂടാതെ നീ പുറപ്പെടരുത്. 3 വൽ മുത്തല്ലഖാത്ത് യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസതു ഖുറൂഇൻ. വിവാഹമോചിതയായ സ്ത്രീ 3 ഹൈദിൽ നിന്ന് ശുദ്ധിയാവുന്നത് വരെ കാത്തിരിക്കേണ്ടതാണ്. സെക്ഷൻ 6 നുകമ്മിലു പൂരിപ്പിക്കാം. വമുൻതഹ ഇസ്മു ഖംസൻ ഇൻ തജറദ വ അൻ യുസദ് ഫീഹി ഫമാ സബ്അൻ നദാ. ബൈത്താണ്. ലിൽ വസ്ലി ഹംസുൻ സായിദുൻ ലാ യസ്ബുതു ഇല്ലാ ഇദബ്തു ദീബിഹി കസ്തസ്ബിതു. അതേപോലെ 3-മത്തെ സഗീറ സുലാസിയം ഫുഐലം വമത സദാ ഫുഐലം ഫുഐലൻ അത. അങ്ങനെയാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. സെക്ഷൻ 7 നക്തുബുൽ മഅനാബിൽ അറബിയത്തി. അറബിയിൽ ആൻസർ എഴുതുക. അൽ ജഹ്മരിഷു എന്ന് പറഞ്ഞാൽ അൽ അജൂസുൽ കബീറത്തു, കൂടുതൽ വയസ്സുള്ള സ്ത്രീ എന്നാണ്, വൃദ്ധ എന്നാണ് അതിൻ്റെ അർത്ഥം. 2 അൽ ജുഖ്ദുബു എന്ന് പറഞ്ഞാൽ അൽ ജറാദുൽ അഖ്ലർ, ഒരു പച്ച കിളി എന്നാണ്. ജറാദുൽ അഖ്ലർ എന്ന് പറഞ്ഞാൽ പച്ചക്കിളി എന്നാണ് അതിൻ്റെ അർത്ഥം. 3 അസ്സിബിരിജു എന്ന് പറഞ്ഞാൽ അസീനത്തു ഭംഗി എന്നാണ്. 4 ഖിത്തുറിൻ എന്ന് പറഞ്ഞാൽ അന്നുഹാസുൽ മുദാബു. 5 അദ്ദുഇലു എന്ന് പറഞ്ഞാൽ ഇബ്നു അവ. ഇത്രയും കാര്യങ്ങളാണ് +2-വിൽ നിന്ന് ലിസാനുൽ ഖുർആനിൽ മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങളും തദ്രീബാത്തുകളൊക്കെ നന്നായി പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.